ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങൾ ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടി വിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. തോബിത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായമാണ് നമ്മളിപ്പോൾ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ പ്രധാനമായും വലിയ ഒരു കീർത്തനമാണ്, ഒരു സ്തുതിഗീതകമാണ് നമ്മൾ കാണുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. ഈ സ്തുതിഗീതകത്തിൽ തന്നെ 2 പ്രതിപാദ്യ വിഷയങ്ങളാണ് ഉള്ളത്. ഈ സ്തുതിഗീതത്തിൻ്റെ ആദ്യ ഭാഗത്ത് പ്രവാസത്തിൽ ആയിരിക്കുന്ന തോബിത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും തൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. 2-ാം ഭാഗത്ത് ദൈവനഗരമായിരുന്ന, ദേവാലയ നഗരമായിരുന്ന ജെറുസലേമിനെ കുറിച്ചുള്ള പ്രവചനാത്മകമായ ചില കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. തൻ്റെ വ്യക്തി ജീവിതത്തെയും പ്രവാസ ജീവിതത്തെയും എല്ലാം ഓർത്തെടുത്തുകൊണ്ട് തോബിത്ത് നടത്തുന്ന കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് വായിച്ചു. അതുകൊണ്ട് ആ ഭാഗം വീണ്ടും ഇവിടെ വായിക്കുന്നില്ല. എങ്കിലും ആ പ്രാർത്ഥനാ ഗീതത്തിൽ, സ്തുതിഗീതത്തിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെ നമുക്കൊന്ന് വ്യാഖ്യാനിക്കാം. പ്രധാനമായും ഈ സ്തുതികീർത്തനം തുടങ്ങുന്നത് ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ്: തോബിത്ത് ആഹ്ലാദം തുളുമ്പുന്ന ഈ പ്രാർത്ഥന രചിച്ചു എന്നാണ്. അതായത് തോബിത്ത് കീർത്തനം ആലപിക്കുന്നത് അതീവമായ ആനന്ദത്തോടെയാണ് എന്ന് സൂചിപ്പിക്കുന്നു. ജോയ്, ജോയസ്, റിജോയ്സിങ്, ഈ വിഷയങ്ങളെല്ലാം ഈ കീർത്തനത്തിൽ ഉടനീളം കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഈ കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ, 7-ാം വാക്യത്തിൽ, 10-ാം വാക്യത്തിൽ, 11-ാം വാക്യത്തിൽ, 13-ാം വാക്യത്തിലും 14-ാം വാക്യത്തിലും ആഹ്ലാദം, ആനന്ദം, ആഘോഷം എന്ന ആ പ്രതിപാദ്യ വിഷയം നമുക്ക് 6 ഇടങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തൻ്റെയും മരുമകൾ സാറായുടെയും കണ്ണീരോടെയുള്ള പ്രാർത്ഥന കേട്ട ദൈവമായ കർത്താവ് റഫായേൽ മാലാഖയെ അസറിയ എന്ന പേരിൽ പ്രച്ഛന്നവേഷത്തിൽ അയക്കുകയും തന്മൂലം ദൈവത്തിൻ്റെ കരുണയും കൃപയും 2 കുടുംബങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്തതാണ് ഈ ആനന്ദത്തിന്, ഈ സന്തോഷത്തിന് നിദാനം. ഇവിടെ ഈ പ്രാർത്ഥനയിൽ തോബിത്ത് ഏറ്റുപറയുന്ന ഒരു കാര്യമുണ്ട്. തോബിത്ത് പറയുകയാണ്, ദൈവമായ കർത്താവാണ് നമ്മുടെ ദൈവം. 13-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനത്തിൽ തോബിത്ത് പറയുന്നു, എന്നേക്കും നമ്മുടെ പിതാവും അവിടുന്ന് തന്നെ. ദൈവത്തെ പിതാവായി മനസ്സിലാക്കുന്നു എന്നത് പഴയ നിയമ ദൈവശാസ്ത്രത്തിൽ അന്തർലീനമായിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുകയും വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന പഴയ നിയമത്തിലെ മറ്റേതാനും തിരുവചനങ്ങൾ കൂടി നമുക്കൊന്ന് പെട്ടെന്ന് പരിശോധിച്ചു പോകാം. ഏശയ്യാ പ്രവചന പുസ്തകം 63:16 പറയുന്നു, അബ്രാഹാം ഞങ്ങളെ അറിയുന്നില്ലെങ്കിലും ഇസ്രായേൽ ഞങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിലും അങ്ങാണ് ഞങ്ങളുടെ പിതാവ്. കർത്താവേ, അങ്ങു തന്നെയാണ് ഞങ്ങളുടെ പിതാവ്. ഞങ്ങളുടെ വിമോചകൻ എന്നാണ് പണ്ട് മുതലേ അങ്ങയുടെ നാമം. വ്യക്തമായി ദൈവം പിതാവാണെന്ന്
ഏറ്റുപറയുകയും വിളിക്കുകയും വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. യേശയ്യാ 64:8 എന്നാലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്. പ്രഭാഷകൻ 23:1 എൻ്റെ പിതാവും ജീവിതത്തിൻ്റെ നിയന്താവുമായ കർത്താവേ, അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ, അവ നിമിത്തം ഞാൻ വീഴാനിടയാകാതിരിക്കട്ടെ. ചുരുക്കത്തിൽ ദൈവത്തെ പിതാവ് എന്ന് അഭിസംബോധന ചെയ്യുന്ന, ദൈവത്തെ പിതാവായി അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന പഴയ നിയമ ദൈവശാസ്ത്രത്തിൻ്റെ തുടർച്ച തോബിത്തിൻ്റെ ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. തോബിത്ത് 13:4 പറയുന്നു, എന്നേക്കും നമ്മുടെ പിതാവും അവിടുന്ന് തന്നെ. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന ചില ഹീബ്രു പേരുകൾ, അവയുടെ അർത്ഥം പരിശോധിക്കുമ്പോഴും ഇതേ ദൈവശാസ്ത്രം നമുക്ക് കൂടുതൽ തെളിമയോടെ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് അബിയേൽ എന്ന വാക്ക്. ആവ് എന്നാൽ ഹീബ്രു ഭാഷയിൽ പിതാവ് എന്നാണ് അർത്ഥം. ആവി എന്നാൽ എൻ്റെ പിതാവ് എന്നാണ് അർത്ഥം. ആവിയേൽ എന്നാൽ എൻ്റെ പിതാവ് ദൈവമാകുന്നു എന്നാണ് അർത്ഥം. ഏൽ ഈസ് മൈ ഡിവൈൻ ഫാദർ. 1 സാമുവേൽ 9:1 1 ദിനവൃത്താന്തം 11:2 ഈ പേര് നമ്മൾ കാണുന്നുണ്ട്. അബിയേൽ എന്ന പേര് കാണുന്നുണ്ട്. എൻ്റെ പിതാവ് ദൈവമാണ് എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. അതുപോലെ ദൈവമായ കർത്താവിനെ പിതാവെന്ന് വിളിക്കുന്ന മറ്റൊരു പേരാണ് അബിയ. അബി എന്നാൽ എൻ്റെ പിതാവ്. യാ എന്നത് യാഹ്വേ എന്നതിൻ്റെ ചുരുക്കരൂപമാണ്. യാഹ്വേ എന്നാൽ കർത്താവ്. യാഹ്വേ ഈസ് മൈ ഫാദർ. 1 ദിനവൃത്താന്തം 7:8 24:10 നമ്മൾ ഈ പേരുകൾ കാണുന്നുണ്ട്. എൻ്റെ പിതാവ് കർത്താവാണ് എന്നാണ് അബിയ എന്ന പേരിൻ്റെ അർത്ഥം. ഇതുപോലെ ചേർന്ന് പോകുന്ന വേറൊരു പേരാണ് ഏലിയാവ് എന്നത്. ഏൽ എന്നാൽ ദൈവം എന്നാണ്. ആവ് എന്നാൽ ഫാദർ, പിതാവ് എന്നാണ് അർത്ഥം. ദ ഡിവൈൻ ഫാദർ ഈസ് മൈ ഗോഡ്. സംഖ്യയുടെ പുസ്തകം 1:9 1 സാമുവേൽ 16:6 കാണുന്ന ഈ പേരിൻ്റെ അർത്ഥം എൻ്റെ ദൈവം പിതാവാണ് എന്നാണ്. ചുരുക്കത്തിൽ ദൈവത്തെ പിതാവായി അംഗീകരിക്കുകയും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന പഴയ നിയമ ദൈവശാസ്ത്രം ഈ പേരുകളിലൂടെയും ഈ വചനങ്ങളിലൂടെയും വ്യക്തമാകുന്നു. ഈ സ്തുതി കീർത്തനത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് ഈ സ്തുതി കീർത്തനത്തിലൂടെ തോബിത്ത് പറയുന്നത്. ഒന്നാമതായി, പ്രവാസത്തിലും ദൈവത്തെ സ്തുതിക്കുവിൻ എന്ന് പറയുന്നു, പ്രകീർത്തിക്കുവിൻ എന്ന് പറയുന്നു. രണ്ടാമത്, പാപമാണ്, ജനതയുടെ പാപമാണ് പ്രവാസ ജീവിതത്തിനുള്ള കാരണം എന്ന് ഏറ്റുപറയുന്നു. മൂന്നാമതായി, കർത്താവ് വീണ്ടും കരുണ ചൊരിയുകയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും എന്ന പ്രത്യാശയുടെ വാക്കുകളും പറയുന്നു. ഒന്നാമതായി, പ്രവാസത്തിലും പ്രവാസ ജീവിതകാലത്തും ദൈവത്തെ സ്തുതിക്കുവിൻ, പ്രകീർത്തിക്കുവിൻ എന്ന് പറയുകയാണ്. ഇസ്രായേൽ മക്കളെ, ജനതകളുടെ മുൻപിൽ അവിടുത്തെ ഏറ്റുപറയുവിൻ. അവിടുന്നാണ് നമ്മെ അവരുടെ ഇടയിൽ ചിതറിച്ചത്. പ്രവാസത്തിൻ്റെ സമയത്ത് ജനത്തിൻ്റെ ഇടയിൽ ചിതറിച്ചത് ദൈവമായ കർത്താവാണ്. അവരുടെ ഇടയിൽ അവിടുത്തെ മഹത്വം വിളംബരം ചെയ്യുവിൻ. സകല ജീവികളുടെയും മുൻപിൽ അവിടുത്തെ പ്രകീർത്തിക്കുവിൻ എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ ജനം അസീറിയൻ പ്രവാസത്തിലൂടെ ഇപ്പോൾ പ്രവാസികളായിരിക്കാനുള്ള കാരണം ദൈവഹിതമാണ്. അതിനാൽ ഈ അസീറിയൻ പ്രവാസ ജീവിതം ദൈവത്തെക്കുറിച്ച് വിജാതീയരുടെ ഇടയിൽ പ്രഘോഷിക്കാനുള്ള അവസരമായി ഉപയോഗപ്പെടുത്തണം എന്ന് തോബിത്ത് ഏറ്റുപറയുകയാണ്, സൂചിപ്പിക്കുകയാണ്. ചിതറിക്കപ്പെട്ട ഇടങ്ങളിൽ
ദൈവത്തിന് സാക്ഷികളായി തീരണം. അതാണ് നമ്മുടെ കടമ എന്ന് സൂചിപ്പിക്കുന്നു. എന്നിട്ട് തോബിത്ത് സ്വയം പറയുന്നു, പ്രവാസിയായി വസിക്കുന്ന നാട്ടിൽ വെച്ച് ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു എന്ന്. തോബിത്ത് തന്നെ അസീറിയൻ പ്രവാസത്തിലായിരിക്കുന്ന ഇസ്രായേലുമായി താതാത്മ്യപ്പെടുത്തുകയാണ് ഈ വാക്കിലൂടെ. തോബിത്ത് അസീറിയൻ പ്രവാസകാലത്തും ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. തോബിത്ത് അസീറിയൻ പ്രവാസകാലത്തും ദൈവത്തെ അനവരതം പ്രകീർത്തിച്ചു. അസീറിയൻ പ്രവാസത്തിൻ്റെ ക്ലേശങ്ങൾക്കിടയിലും തോബിത്ത് ദൈവിക നിയമങ്ങൾ വീഴ്ച കൂടാതെ അനുസരിച്ചു. അതുകൊണ്ട് പ്രവാസത്തിലായിരിക്കുന്ന അസീറിയൻ പ്രവാസത്തിലൂടെ കടന്നു പോകുന്ന ഇസ്രായേൽ ജനത്തിന് മുഴുവനും ഇതൊരു ദൃഷ്ടാന്തമാണ്. തോബിത്തിൻ്റെ ജീവിതം ഒരു ദൃഷ്ടാന്തമാണ്. അസീറിയൻ പ്രവാസത്തിലായിരിക്കുന്ന ഇസ്രായേലും തോബിത്തിനെ പോലെ ഇപ്രകാരം വർത്തിച്ചാൽ തങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ, തങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാൽ ദൈവം അവരോട് കരുണ കാണിക്കും എന്ന് വ്യക്തമാക്കുന്നു. ജനതകളുടെ ഇടയിൽ ദൈവത്തെ പ്രഘോഷിക്കണം എന്ന ഈ ആഹ്വാനം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ ഉടനീളം നിരന്തരം കാണപ്പെടുന്ന ഒന്നുമാണ്. ഇന്ന് നമ്മോടുള്ള ചോദ്യം ഇതാണ്: ദൈവത്തെ അനവരതം പ്രഘോഷിക്കാനും പ്രകീർത്തിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ആ ഇടങ്ങൾ ഒരുപക്ഷെ നമ്മളെ സ്വീകരിക്കുകയോ വിമർശിക്കുകയോ പുറന്തള്ളുകയോ ചെയ്യുന്ന സ്ഥലങ്ങളുമായിക്കൊള്ളട്ടെ, അവിടെ എൻ്റെ ദൈവത്തെ പ്രഘോഷിക്കാൻ, എൻ്റെ ദൈവത്തെ പങ്കുവയ്ക്കാൻ, എൻ്റെ വിശ്വാസം പങ്കുവയ്ക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും ദൈവസ്നേഹത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള വെല്ലുവിളി ഏറ്റെടുക്കാൻ നാം സന്നദ്ധരാണോ എന്നും ഈ തിരുവചനം നമ്മളോട് ചോദിക്കുകയാണ്. രണ്ടാമത്, പാപമാണ് പ്രവാസ ജീവിതത്തിന് കാരണം എന്ന് ഈ പ്രാർത്ഥനയിലൂടെ തോബിത്ത് സൂചിപ്പിക്കുന്നു. നമ്മുടെ തിന്മകൾക്ക് അവിടുന്ന് നമ്മെ ശിക്ഷിക്കും, എന്നാൽ അവിടുന്ന് വീണ്ടും കരുണ ചൊരിയും. കർത്താവ് നിങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിച്ചു, അവിടുന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. വീണ്ടും പറയുകയാണ്, പാപികളെ പിന്തിരിയുവിൻ, അവിടുത്തെ മുൻപിൽ നീതി പ്രവർത്തിക്കുവിൻ. അനുസരണയില്ലാത്ത മക്കളെ ശിക്ഷണത്തിലൂടെ അച്ചടക്കമുള്ളവരാക്കുന്ന സ്നേഹനിധിയായ പിതാവിനെ പോലെയാണ് ദൈവം. സുഭാഷിതങ്ങൾ 13:24 പറയുന്നു, മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു, സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗരൂകത കാട്ടുന്നു. അതുകൊണ്ട് സ്നേഹമുള്ള ഒരു പിതാവിനെ പോലെ ഈ ജനത്തെ ശിക്ഷണത്തിലൂടെ ദൈവം കടത്തിവിടുന്നതാണ് അസീറിയൻ പ്രവാസം എന്ന് സൂചിപ്പിക്കുകയാണ്. മൂന്നാമതായി, കർത്താവ് കരുണ ചൊരിയും, വീണ്ടും ഒരുമിച്ച് കൂട്ടും എന്ന പ്രത്യാശയുടെ വാക്കുകളാണ്. അവിടുന്ന് ശിക്ഷിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു. പാതാളത്തിലേക്ക് താഴ്ത്തുകയും അവിടെ നിന്ന് വീണ്ടും ഉയർത്തുകയും ചെയ്യുന്നു. അവിടുന്ന് നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുകയില്ലെന്ന് ആരറിഞ്ഞു. പ്രവാസത്തിലായിരിക്കുമ്പോഴും ഇസ്രായേൽ ജനം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ദൈവത്തോട് വിശ്വസ്തരായിരുന്നാൽ, ചിതറിക്കപ്പെട്ട ഇടങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാൽ തീർച്ചയായും അവർ ദൈവത്തിൻ്റെ കരുണ ആസ്വദിക്കും. ഇസ്രായേലിനെ ശിക്ഷിക്കുന്നതും കരുണ കാണിക്കുന്നതും പ്രവാസത്തിനയച്ച് ചിതറിക്കുന്നതും വീണ്ടും ഒരുമിച്ച് കൂട്ടുന്നതുമെല്ലാം ദൈവമായ കർത്താവാണ് എന്നേറ്റു പറയുന്നു. ഇസ്രായേലിന് ദൈവത്തിൻ്റെ കരുണ വീണ്ടും ലഭിക്കാനിടയാകുന്നത് അവർ പശ്ചാത്താപത്തോടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങുമ്പോൾ മാത്രമാണ്. ദൈവമായ കർത്താവുമായുള്ള ഉടമ്പടി ബന്ധത്തിലേക്കുള്ള ഒരു മടക്കം ജനത്തിന് അനിവാര്യമാണ് എന്ന സന്ദേശമാണ് പ്രവാചകന്മാരെല്ലാം തന്നെ ഉദ്ഘോഷിച്ചത്. അതേ ചിന്ത നമുക്കിവിടെ തോബിത്തിൻ്റെ പ്രാർത്ഥനയിലും കാണാൻ സാധിക്കും.
ഇസ്രായേൽ ജനം ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ ദൈവവും അവരിലേക്ക് തിരിയും എന്ന് അർത്ഥം. അടുത്ത ഈ പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗമാണ് 13-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. നമുക്ക് ആ ഭാഗം ഒന്ന് പെട്ടെന്ന് വായിക്കാം. വിശുദ്ധ നഗരമായ ജെറുസലേമേ, നിൻ്റെ പുത്രന്മാരുടെ പ്രവൃത്തികൾ നിമിത്തം അവിടുന്ന് നിന്നെ പീഡിപ്പിക്കും. നീതിനിഷ്ഠരായ മക്കളുടെ മേൽ അവിടുന്ന് വീണ്ടും കരുണ ചൊരിയും. കർത്താവിന് യഥായോഗ്യം കൃതജ്ഞതയർപ്പിക്കുവിൻ. യുഗങ്ങളുടെ രാജാവിനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കൂടാരം നിങ്ങൾക്ക് വേണ്ടി സന്തോഷത്തോടെ ഉയർത്തപ്പെടട്ടെ. അവിടുന്ന് നിങ്ങളുടെ പ്രവാസികൾക്ക് സന്തോഷം നൽകട്ടെ. ദുഃഖിതരുടെ മേൽ അവിടുത്തെ സ്നേഹം തലമുറകളോളം എന്നേക്കും ചൊരിയട്ടെ. ദൈവമായ കർത്താവിൻ്റെ നാമം വഹിക്കുന്ന ഇടത്തേക്ക് വിദൂരങ്ങളിൽ നിന്ന് അനേകം ജനതകൾ സ്വർഗത്തിൻ്റെ രാജാവിന് കാഴ്ചകളുമേന്തി വരും. തലമുറകൾ നിന്നെ സന്തോഷപൂർവ്വം കീർത്തിക്കും. നിന്നെ വെറുക്കുന്നവർ ശപിക്കപ്പെടട്ടെ. നിന്നെ സ്നേഹിക്കുന്നവർ എന്നേക്കും അനുഗ്രഹീതർ. നീതിനിഷ്ഠരായ മക്കളെ ഓർത്ത് സന്തോഷിക്കുവിൻ. അവിടുന്ന് അവരെ ഒരുമിച്ച് കൂട്ടും. അവർ നീതിമാന്മാരുടെ കർത്താവിനെ സ്തുതിക്കും. നിന്നെ സ്നേഹിക്കുന്നവർ എത്രയോ അനുഗ്രഹീതർ. നിൻ്റെ ശാന്തിയിൽ അവർ സന്തോഷിക്കും. നിൻ്റെ കഷ്ടതകളിൽ ദുഃഖിച്ചവർ അനുഗ്രഹീതർ. നിൻ്റെ മഹത്വം കണ്ടവർ ആനന്ദിക്കും. അവർക്ക് ശാശ്വതാനന്ദം ലഭിക്കും. എൻ്റെ ആത്മാവ് ഉന്നത രാജാവായ ദൈവത്തെ പുകഴ്ത്തട്ടെ. ഇന്ദ്രനീലവും മരതകവും കൊണ്ട് ജെറുസലേം പണിയപ്പെടും. അവളുടെ മതിലുകൾ അനർഘരത്നങ്ങൾ കൊണ്ടും ഗോപുരങ്ങളും കൊത്തളങ്ങളും തനി സ്വർണം കൊണ്ടും നിർമ്മിക്കപ്പെടും. ജെറുസലേം തെരുവീഥികളിൽ ഗോമേദകവും മാണിക്യവും ഓഫീറിലെ രത്നങ്ങളും പതിക്കും. അവളുടെ പാതകളിൽ ഹല്ലേലൂയ മാറ്റൊലിക്കൊള്ളും. നിനക്ക് ശാശ്വത മഹത്വം നൽകിയ ദൈവം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞ് അവ സ്തുതികൾ അർപ്പിക്കും. മനോഹരമായ ഈ കീർത്തനം ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതർ ഇതിനെ 4 ഗണങ്ങളായി തിരിക്കാറുണ്ട്. 13-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗത്ത് ജെറുസലേമിലേക്കുള്ള വിളി, 13-ാം അധ്യായത്തിൻ്റെ 12, 14 തിരുവചനങ്ങൾ ശാപങ്ങളും അനുഗ്രഹങ്ങളും ജെറുസലേമിന് ലഭിക്കുന്നത്, 13-ാം അധ്യായത്തിൻ്റെ 15, 16 തിരുവചനങ്ങളിൽ തോബിത്തിൻ്റെ സ്വയം ഏവയുള്ള പ്രാർത്ഥന, 13-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിൽ പുതിയ ജെറുസലേമിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ. ഇതിലെ ആദ്യ ഭാഗത്ത് ജെറുസലേമിലേക്കുള്ള വിളി 13-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗത്ത് ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: വിശുദ്ധ നഗരമായ ജെറുസലേമേ, നിൻ്റെ പുത്രന്മാരുടെ പ്രവൃത്തികൾ നിമിത്തം അവിടുന്ന് നിന്നെ പീഡിപ്പിക്കും. നീതിനിഷ്ഠരായ മക്കളുടെ മേൽ അവിടുന്ന് വീണ്ടും കരുണ ചൊരിയും. ഈ വചനങ്ങൾ യൂദ എന്ന തെക്കൻ രാജ്യത്തിനും അതിൻ്റെ തലസ്ഥാന നഗരിയായ ജെറുസലേമിനും സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ്. വടക്ക് ഭാഗത്തെ രാജ്യമായിരുന്ന ഇസ്രായേൽ ഇതിനകം അസീറിയൻ പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു. 722 BC ഇസ്രായേൽ എന്ന വടക്ക് ഭാഗത്തെ രാജ്യം അസീറിയൻ പ്രവാസത്തിലേക്ക് പോകാനിടയായതുപോലെ ജനത്തിൻ്റെ പാപം നിമിത്തം യൂദായും ജെറുസലേമും തകർക്കപ്പെടുകയും ബാബിലോൺ പ്രവാസത്തിലേക്ക് പോകാനിടയാവുകയും ചെയ്യും എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെടുകയാണ്. പിന്നീട് നീതിനിഷ്ഠരായ മക്കളുടെ കാലത്ത് ദൈവം കരുണ ചൊരിയുമെന്നത് ബാബിലോൺ പ്രവാസത്തിൽ നിന്നും ജനം തിരികെ പേർഷ്യൻ കാലഘട്ടത്തിൽ തിരികെ അവരുടെ നാട്ടിലേക്ക് വരുന്നതുമാണ് വരികൾക്കിടയിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 13-ാം അധ്യായത്തിൻ്റെ 12, 14 തിരുവചനങ്ങളിൽ ശാപങ്ങളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും പറയുന്നു. ഈ വാക്യങ്ങൾ ആരംഭിക്കുന്നത് ശാപവാക്കുകൾ കൊണ്ടാണെങ്കിലും അവസാനിക്കുന്നത് അനുഗ്രഹവചസ്സുകളോടെയാണ്. ജെറുസലേമിനെ ആക്രമിച്ചവരും ഭാവിയിൽ ആക്രമിക്കാനിരിക്കുന്നവരും ശിക്ഷയ്ക്കിരയാകും എന്ന് വ്യക്തമാക്കുന്നു. ജെറുസലേമിനെ സ്നേഹിക്കുന്നവർ അനുഗ്രഹീതർ എന്ന് വിളിക്കപ്പെടുന്നു. ജെറുസലേമിൻ്റെ കഷ്ടതകളിൽ ദുഃഖിച്ചവരും അനുഗ്രഹീതരായിത്തീരും. 13, 14 നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: നിന്നെ സ്നേഹിക്കുന്നവർ എത്രയോ അനുഗ്രഹീതർ.
നിന്നെ സ്നേഹിക്കുന്നവർ എത്രയോ അനുഗ്രഹീതർ, നിൻ്റെ ശാന്തിയിൽ അവർ സന്തോഷിക്കും. നിൻ്റെ കഷ്ടതകളിൽ ദുഃഖിച്ചവർ അനുഗ്രഹീതർ, നിൻ്റെ മഹത്വം കണ്ടവർ ആനന്ദിക്കും, അവർക്ക് ശാശ്വതമായ ആനന്ദം ലഭിക്കും. 13:12 പറയുന്നു, നിന്നെ വെറുക്കുന്നവർ ശപിക്കപ്പെടട്ടെ, നിന്നെ സ്നേഹിക്കുന്നവർ എന്നേക്കും അനുഗ്രഹീതർ. ഇതെല്ലാം ജെറുസലേം എന്ന നഗരത്തെക്കുറിച്ചാണ് പറയുന്നത്. ജെറുസലേമിനെ സ്നേഹിക്കുന്നവർ അനുഗ്രഹീതരായിരിക്കും. 13-ാം അധ്യായത്തിൻ്റെ 15-16 തിരുവചനങ്ങളിൽ തോബിത്തിൻ്റെ സ്വയം പ്രാർത്ഥനയാണ്. ഈ വാക്യങ്ങളിൽ തോബിത്ത് തന്നെക്കുറിച്ച് തന്നെ പ്രതിപാദിക്കുന്നു. തോബിത്ത് അനുഗ്രഹീതനായതിന് കാരണവും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. തോബിത്തിന് ജെറുസലേമിനോട് ഉണ്ടായിരുന്ന അകൈതവമായ സ്നേഹം, ദൈവമായ കർത്താവിനോടുള്ള അളവുകളില്ലാത്ത വിധേയത്വം എന്നിവയാണ് തോബിത്തിന് ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ കാരണമായി തീർന്നത്. തോബിത്ത് ജീവിതത്തിൽ വിവിധ തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോയതുപോലെ ജെറുസലേമും ബാബിലോൺ പ്രവാസകാലത്ത് തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോകും. എന്നാൽ ദൈവം കരുണയുടെ കരം നീട്ടുന്ന വേളയിൽ തോബിത്തിന് സംഭവിച്ചതുപോലെ ജെറുസലേം നഗരവും പുനരുദ്ധരിക്കപ്പെടുകയും അനുഗ്രഹീതമാവുകയും ചെയ്യും എന്നവിടെ സൂചിപ്പിക്കുകയാണ്. അവസാനമായി പുതിയ ജെറുസലേമിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ 13-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗത്ത് നമ്മൾ കാണുന്നു. ഈ കീർത്തനത്തിൻ്റെ അവസാന ഭാഗം പുതിയ ജെറുസലേമിനെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്, പ്രതീക്ഷകളാണ്, പ്രത്യാശയാണ്. ദൈവം ഇസ്രായേലിനെ പുനരുദ്ധരിക്കുമ്പോൾ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ മഹത്വം ജെറുസലേമിനുണ്ടാകും എന്ന് പറയുകയാണ്. 13-16 പറയുന്നു, ഇന്ദ്രനീലവും മരതകവും കൊണ്ട് ജെറുസലേം പണിയപ്പെടും, അവരുടെ മതിലുകൾ അനർഘരത്നങ്ങൾ കൊണ്ടും ഗോപുരങ്ങളും കൊത്തളങ്ങളും തനി സ്വർണം കൊണ്ടും നിർമ്മിക്കപ്പെടും എന്ന് സൂചിപ്പിക്കുന്നു. വിലപിടിച്ച രത്നങ്ങളും വിലപിടിച്ച ലോഹങ്ങളും മറ്റും കൊണ്ടുള്ള നഗരത്തിൻ്റെ പണി ഈ നഗരത്തിൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ നഗരത്തിൻ്റെ യഥാർത്ഥ മഹത്വം നിലകൊള്ളുന്നത് അവിടെ ഉപയോഗിക്കപ്പെട്ട വിലപിടിച്ച രത്നങ്ങളോ കല്ലുകളോ വിലപിടിച്ച ലോഹങ്ങളോ ഒന്നിലുമല്ല, മറിച്ച് അവിടെ അനവരതം മുഴങ്ങുന്ന ദൈവസ്തുതികളിലാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ അധ്യായം, ഈ കീർത്തനം അവസാനിക്കുന്നത്. ജെറുസലേം എന്ന ദൈവനഗരത്തിൻ്റെ യഥാർത്ഥ മഹത്വം നിലകൊള്ളുന്നത് ദൈവസ്തുതികൾ അവിടെ അനവരതം മുഴങ്ങുന്നതിനാലാണ്. അവളുടെ പാതകളിൽ ഹല്ലേലൂയ മാറ്റലിക്കൊള്ളും, നിനക്ക് ശാശ്വത മഹത്വം നൽകിയ ദൈവം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞ് അവ സ്തുതികൾ അർപ്പിക്കും എന്ന് ഈ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നു. അടുത്തതായി തോബിത്തിൻ്റെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദീർഘമായ ഒരു യാത്ര നമ്മൾ തോബിത്തിൻ്റെ പുസ്തകത്തിലൂടെ നടത്തുകയായിരുന്നു. ആ യാത്ര ഇതാ അവസാനിക്കാനായി പോകുന്നു. തോബിത്തിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം തോബിത്ത് എന്ന നീതിമാനായ മനുഷ്യൻ്റെ വിടവാങ്ങൽ, മരണം, ഉപസംഹാരം എന്നിവയാണ്. ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കം ഹ്രസ്വമായി ഒന്ന് പരിശോധിക്കാം. 14-ാം അധ്യായത്തിൻ്റെ 1-2 തിരുവചനങ്ങളിൽ തോബിത്തിൻ്റെ അനുഗ്രഹീതമായ വാർദ്ധക്യത്തെക്കുറിച്ച് സൂചനകൾ നൽകുന്നു. 14-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിൽ തോബിത്ത് നൽകുന്ന പ്രവചനാത്മകമായ അന്ത്യോപദേശങ്ങൾ നമ്മൾ കാണുന്നു. 14-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ തോബിത്ത് പുത്രനും പൗത്രന്മാർക്കും കുടുംബത്തിന് മുഴുവനും നൽകുന്ന പ്രായോഗികമായ ചില അന്ത്യ ഉപദേശങ്ങൾ നമ്മൾ കാണുന്നു. ഏറ്റവും ഒടുവിൽ 14-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ പിതാവിൻ്റെയും മാതാവിൻ്റെയും മരണശേഷം തോബിയാസും കുടുംബവും എക്ബത്താനയിലേക്ക് യാത്രയാകുന്നതും അവിടെ സ്ഥിരവാസമുറപ്പിക്കുന്നതും നമ്മൾ കാണുന്നു. ഇതിലെ ആദ്യ ഭാഗം 14-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള തിരുവചനങ്ങളിൽ അനുഗ്രഹീതമായ ഒരു വാർദ്ധക്യത്തെക്കുറിച്ചാണ് പറയുന്നത്. തോബിത്ത് സ്തോത്രഗീതം അവസാനിപ്പിച്ചു. 58-ാം വയസ്സിലാണ് അവന് കാഴ്ച നഷ്ടപ്പെട്ടത്. 8 വർഷം കഴിഞ്ഞ് അവന് അത് തിരിച്ചു കിട്ടി. അവൻ ദാനധർമ്മങ്ങൾ ചെയ്യുകയും
ദൈവമായ കർത്താവിനെ ഭക്തിപൂർവ്വം സ്തുതിക്കുകയും ചെയ്തു. ഇവിടെ അനുഗ്രഹീതമായ വാർദ്ധക്യം തോബിത്തിന് ലഭിക്കുകയാണ്. വലിയ കഷ്ടതകളിലൂടെ കടന്നുപോയെങ്കിലും തോബിത്ത് ഒടുവിൽ അനുഗ്രഹീതനായി. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ തോബിത്തിനെ ജോബുമായി, പഴയ നിയമത്തിലെ ജോബുമായി സാദൃശ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാം. ജോബും ഇതുപോലെ കുറച്ചു കാലത്തേക്ക് വലിയ സഹനാനുഭവങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ ജോബിൻ്റെ വാർദ്ധക്യം അനുഗ്രഹീതമായിരുന്നു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തോബിത്തിനും ജോബിനും നഷ്ടമായതെല്ലാം ദൈവം തിരികെ നൽകി. നഷ്ടപ്പെട്ടതെല്ലാം അവർക്ക് തിരിച്ചു കിട്ടി. അവരുടെ വാർദ്ധക്യം ദൈവം അനുഗ്രഹപ്രദമാക്കി മാറ്റി. രണ്ടാമതായി പ്രവചനാത്മകമായ അന്ത്യോപദേശങ്ങളെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം.